അതുകൊണ്ട് ദൈവത്തെ അറിയുന്നതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്വേഷണം. പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം പറഞ്ഞു. നമുക്ക് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലേക്ക് പോവാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം. ഇത് മനോഹരമായ ഒരു വാക്യമാണ്. ഫിലിപ്പിയർ 3:8. ഓർക്കുക, ഇത് പൗലോസ് ജയിലിൽ നിന്നാണ് എഴുതുന്നത്. ഈ ലേഖനം എഴുതുമ്പം അവൻ ജയിലിലായിരുന്നു. ഇതിനു മുമ്പ് തന്നെ അവൻ വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ദൈവവചനം എഴുതിയിട്ടുണ്ട്. എന്താണ് ഇവിടെ അവൻ പറയുന്നത്? അവൻ പറയുകയാണ്, ശരിയാണ്, വളരെയധികം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഞാൻ അതെല്ലാം ഛേദമെന്നെണ്ണുന്നു. ഫിലിപ്പിയർ 3:8. എല്ലാം ഞാൻ ഛേദമെന്നെണ്ണുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലായ്പ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിമിത്തം. ക്രിസ്തുവിന് പുറത്തുള്ളതെല്ലാം ചവറാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ കഴിവുകൾ, നിന്റെ ബിരുദങ്ങൾ മറ്റുള്ള വിശ്വാസികളെക്കാൾ നിങ്ങൾ മെച്ചപ്പെട്ടവരാണെന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ അതെന്താണ്? നിങ്ങൾക്ക് ശരിയായ മൂല്യബോധ്യമില്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തെ തടയാനിടയാകും. ഇതിൻ്റെ വിവർത്തനം നമുക്കിങ്ങനെ പറയാം. ഒരിക്കൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ കരുതിയ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. വ്യക്തിപരമായി യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവായി അറിയാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ അവൻ പറയുന്നു, മറ്റുള്ളതൊക്കെ എനിക്ക് ചവറായി തീർന്നു. അതൊക്കെ എനിക്കിപ്പം നായുടെ കാഷ്ടം പോലാണ്. അതാണ് ശരിയായ പദം. റോഡിൽ കിടക്കുന്ന ആ കാഷ്ടം പോലെ. അങ്ങനെയാണ് അവൻ അതിനെ കണ്ടത്. എല്ലാം യേശുവിനെ അറിയുന്ന ഒഴികെ. ഒരിക്കൽ എനിക്ക് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാനത് എറിഞ്ഞു കളഞ്ഞു. അത് ചവറ് മാത്രമല്ല, നായയുടെ കാഷ്ടമാണ്. നമ്മുടെ കണ്ണ് തുറന്ന് ഇത് നമ്മളെ കാണിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ. ഒരിക്കൽ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിനെ കൂടുതൽ അറിയുന്നതായിരിക്കും. കൂടുതൽ അവനെ അറിയുന്നത്. ഏതൊക്കെ പരീക്ഷകളിലൂടെ അവൻ നമ്മെ കൂട്ടിക്കൊണ്ടു പോയാലും നമ്മൾ അവനെ കൂടുതൽ അറിയും. ഇയ്യോബിന് പല നല്ല ഗുണങ്ങളും ഉണ്ടായിരുന്നു. എനിക്കും നിങ്ങൾക്കും പല നല്ല ഗുണങ്ങളുണ്ട്. എനിക്ക് നിശ്ചയമാണ്. സത്യം പറഞ്ഞാൽ അന്ന് ഭൂമിയിൽ ജീവിച്ച ഏറ്റവും ഭക്തനവനായിരുന്നു. ഞാൻ കരുതുന്നു നമ്മളിൽ പലരും ബാംഗ്ലൂർ ജീവിക്കുന്ന ഏറ്റവും ദൈവഭക്തരായ ആളുകളുടെ കൂട്ടത്തിലായിരിക്കും. എനിക്ക് ഉറപ്പില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ പോലും ഒരുപക്ഷെ ദൈവത്തിന് നിങ്ങളെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറയാൻ കഴിഞ്ഞാലും നീയാണ് ഈ പട്ടണത്തിലെ ഏറ്റവും ദൈവഭക്തനായ മനുഷ്യൻ. ഇങ്ങനെയൊക്കെ ആയിരുന്ന ഇയ്യോബിന് ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയത്തില്ലായിരുന്നു. അവൻ ദൈവഭക്തനും ദോഷത്തെ കാണാതെ തൻ്റെ കണ്ണ് തിരിക്കുന്നവനുമായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും. എന്നിട്ടും ചില കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ ദൈവം അസൂയുള്ള ഒരു ദൈവമാണ്. ഇതുപോലെ ഒരു അപ്പൻ കാണുന്നു, തൻ്റെ മകൻ സ്കൂളിലെ പരീക്ഷയിൽ 90% വാങ്ങി. അവൻ പറയുന്നു, മകനെ, നീ 100% വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 90% നല്ല മാർക്കാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് 90% കിട്ടുന്നു. 35% 40% മാർക്ക് വാങ്ങി ജയിച്ചവരെക്കാൾ നിങ്ങൾ വളരെ മുന്നിലാണ്. എന്നാൽ നിനക്ക് 90% മാർക്ക് ലഭിച്ചു. അങ്ങനെയായിരുന്നു ഇയ്യോബ്. അവൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന മറ്റെല്ലാവരെക്കാളും. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ ആയിരിക്കും. നിങ്ങൾ സത്യം കേട്ടു, നിങ്ങളുടെ ജീവിതത്തെ ഗൗരവമായിട്ട് എടുത്തു. എന്നിട്ടും ദൈവം ഒരുപക്ഷെ പറയും, ഇനിയും ചില കാര്യങ്ങളിലൂടെ നിനക്ക് വേണം. മറ്റുള്ളവരുമായിട്ട് നീ നിന്നെ താഴ്മപ്പെടുത്തരുത്. മറ്റുള്ളവരുമായിട്ട് നമ്മളെ തുലനം ചെയ്യുന്നത് ആത്മീയ വളർച്ചയ്ക്ക് ഒരു തടസ്സമാണ്. മറ്റുള്ളവരുമായിട്ട് നമ്മളെ തുലനം ചെയ്യുന്നത് നീ നിന്നെ തന്നെ നശിപ്പിക്കും. 2 കൊരിന്ത്യർ 10:12 പറയുന്നു, തങ്ങളെ കൊണ്ട് തന്നെ തങ്ങളെ ഉപമിക്കുന്നവർ ആത്മീയ തിരിച്ചറിവില്ലാത്തവരാണ്. നിങ്ങൾക്കൊരു ആത്മീയ പോഷനാകണമോ? CFCയിലുള്ള മറ്റു സഹോദരന്മാരോട് നീ നിന്നെ തുലനം ചെയ്യുക, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുള്ളവരെ. നന്ദി, ഞാൻ അവരെ പോലല്ല. അതാണ് പരീശൻ പറഞ്ഞത്. അത് പോഷത്വമാണ്. യേശു ക്രിസ്തുവുമായിട്ട് മാത്രമാണ് നമുക്ക് നമ്മളെ തുലനം ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ നാം കാണുന്നു, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ അവന് കുറവുണ്ടായിരുന്നു. പൗലോസിൽ കുറവായിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു.
അതുകൊണ്ടാണ് ദൈവം, പൗലോസ് വളരെ നീതിയുള്ളൊരു മനുഷ്യനായിരുന്നു. ഒരിക്കൽ അവൻ പറഞ്ഞു, ഞാൻ നല്ല മനസ്സാക്ഷി കൊണ്ട് ജീവിതം മുഴുവൻ ജീവിച്ചു. ഇയ്യോബിനെ പോലെ തന്നെ എൻ്റെ ജീവിതം മുഴുവനും ഞാൻ ജീവിച്ചത് നല്ല മനസ്സാക്ഷിയോടാണ്. എങ്കിലും ചില കാര്യം കുറവുണ്ടായിരുന്നു. ഇയ്യോബ് നിഷ്കളങ്കനും നീതിമാനുമായിരുന്നു, എങ്കിലും ചിലത് അവനില്ലായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവന് നുറുക്കമില്ലായിരുന്നു. ഒരു മനുഷ്യൻ അവൻ വളരെ വിശുദ്ധനും അതുപോലെ പല നല്ല കാര്യവും കാണും, എങ്കിലും അവൻ തകർന്നവനായിരിക്കുകയില്ല. നാം ദൈവത്തെ കൂടുതൽ അറിയുന്നതിന് മുമ്പ് ദൈവം നമ്മെ നുറുക്കമുള്ളവരാക്കി തീർക്കും. ഇത് സാധാരണ ആളുകൾ അന്വേഷിക്കുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ടാണ് ദൈവം ഈ ദൈവമനുഷ്യനെ എടുത്ത് അവനെ രോഗിയാക്കുകയും ദാരിദ്ര്യത്തിലേക്ക് താഴ്ത്തുകയും ചെയ്തത്? ഒരു കാരണമേ ഉള്ളൂ. അതിൻ്റെ അവസാനം അവൻ കൂടുതൽ വിശുദ്ധനായെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ ആ അനുഭവത്തിൻ്റെ അവസാനം അവൻ കൂടുതൽ തകർന്ന ഒരാളായി തീർന്നു. നമ്മെ നുറുക്കാനായിട്ട് ദൈവം ഇതുപോലെയുള്ള സാഹചര്യത്തിലൂടെ നമ്മെ നടത്തിയെന്ന് വരും. നമ്മുടെ CFC സഭകളിൽ വളരെ നല്ല ആളുകളെ ഞാൻ കാണാറുണ്ട്. എന്നാൽ അവരെ അടുത്തറിയുമ്പം എനിക്ക് തോന്നാറുണ്ട്, അവരിതുവരെയും തകർന്നിട്ടില്ല. അവരുടെ ജീവിതത്തിനൊരു നുറുക്കമില്ല. അതുകൊണ്ട് അവരിൽ കൂടെ നടക്കേണ്ട ദൈവപ്രവൃത്തി അവർ പരിമിതപ്പെടുത്തുകയാണ്. എനിക്ക് 30 വയസ്സുള്ളപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞത്, ദൈവത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രവൃത്തി ഇതാണ്. ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രവൃത്തി, അത് നിങ്ങൾ നിലത്ത് വീണ് മരിക്കുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നോ? ഒരാൾ എന്നോട് പറഞ്ഞതാണ്. സഹോദര, ഇന്ത്യയിൽ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നു? എനിക്കന്ന് 33 വയസ്സേ ഉള്ളൂ. നീ ദൈവത്തിന് വേണ്ടി ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ നിലത്ത് വീണ് ചാകുക. മിക്ക ആളുകളും ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന ഉപദേശം ഇന്ന് ഇതല്ല. എന്നാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് നഷ്ടമാകും. അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. വീണ് ചാകാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു. എൻ്റെ മാനത്തിന് മരിക്കാനായിട്ട്, അതുപോലെ എനിക്ക് കിട്ടിയ ആത്മീയ വരങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ ചിന്തിച്ചതിൽ നിന്ന് ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? ആ ഗോതമ്പ് നിലത്ത് വീണ് ചാകുന്നത് പോലെ. അതിനെതിരായിട്ടുള്ള കാര്യം, നിങ്ങൾക്കൊരു നല്ല ഗോതമ്പ് മണിയായിട്ടിരിക്കാം. ഒരു കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന നല്ല ഒരു ഗോതമ്പ് മണി. CFCയിലുള്ള എല്ലാവരും നിങ്ങളെ പുകഴ്ത്തുന്നു. വാ, എത്ര നല്ലൊരു ഗോതമ്പ് മണി! നിങ്ങൾക്കതാണോ വേണ്ടിയത്? എന്നാൽ നിന്നിൻ്റെ ഒരു ഫലവുമില്ല. നിങ്ങൾക്ക് വേണ്ടിയത് ആളുകൾ നിങ്ങളെ പുകഴ്ത്തണമെന്നുള്ളതാണോ, അതോ ഫലമാണോ? നിങ്ങൾ എത്രമാത്രം ക്രിസ്തു തുല്യനാണ്, അതിനെക്കുറിച്ചാണോ നിങ്ങൾക്ക് പുകഴ്ച വേണ്ടിയത്? നിങ്ങളെ തന്നെ ഒരു കണ്ണാടിക്കൂട്ടി വയ്ക്കുക. നിൻ്റെ ജീവിതകാലം മുഴുവനും നീ ഒരു ഗോതമ്പ് മണിയായിരിക്കും. എന്നാൽ നിനക്ക് വേണ്ടത് ഫലമാണെങ്കിൽ അത് നിലത്ത് വീഴാനായിട്ട് അനുവദിക്കുക. നിൻ്റെ മാനം നഷ്ടപ്പെടാൻ ആളുകൾ അവരുടെ ഇഷ്ടം പോലെ നിങ്ങളെക്കുറിച്ച് പറയട്ടെ. ആ ഗോതമ്പ് മണി ആ മണ്ണിൽ വീഴുന്നു, ആളുകൾ അതിന്മേൽ ചവിട്ടുന്നു, അത് മണ്ണിനടിയിലേക്ക് പോകുന്നു, പിളരുന്നു, നുറുക്കപ്പെടുന്നു. അങ്ങനെ അത് തകരുമ്പോൾ ആ ഗോതമ്പ് മണിയുടെ ഉള്ളിലുള്ള ആ ജീവൻ പുറത്തേക്ക് വരുന്നു. ആ ഗോതമ്പ് മണിക്കുള്ളിൽ ഒരു ജീവനുണ്ട്. നിനക്കറിയാമോ? എല്ലാ ഗോതമ്പ് മണിയുടെ ഉള്ളിൽ ഒരു ജീവനുണ്ട്. അതാണ് ആ വൃക്ഷമാവുന്നത്. എന്നാൽ അത് തകർക്കപ്പെടുന്നില്ലെങ്കിൽ ആ ഉള്ളിലുള്ള ജീവൻ ഒരിക്കലും പുറത്തേക്ക് വരികയില്ല. അതിനെയാണ് നുറുക്കുമെന്ന് ഞാൻ പറയുന്നു. അത് ആ പരിമള തൈലം നിറഞ്ഞ ആ വെങ്കൽ ഭരണി പോലെയാണ്. അതിനുള്ളിൽ നല്ല പരിമള തൈലമുണ്ട്. എന്നാൽ അത് തകരുന്നത് വരെ ആ പരിമളം ആർക്കും ലഭിക്കുന്നില്ല. ആ വെങ്കൽ ഭരണി അത് ഉടച്ചപ്പം ആ പരിമളം പുറത്തേക്ക് വന്നു. അതിൻ്റെ സുഗന്ധം ആ വീട് മുഴുവൻ നിറഞ്ഞു. ദൈവവചനം മുഴുവനും കാണുന്ന ഒരു സന്ദേശമാണിത്. ഈ നുറുക്കം, 40 വയസ്സുള്ള മോശ വളരെ ശക്തനായിരുന്നു. ഇസ്രായേലിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് അവൻ ചിന്തിച്ചു. ദൈവം പറഞ്ഞു, നിനക്ക് പല നല്ല ഗുണങ്ങളുമുണ്ട്. 40 വയസ്സിൽ അവൻ തീരുമാനിച്ചു, എനിക്ക് മിസ്രൈമിലെ രാജാവാകണ്ട, ലോകത്തിൻ്റെ മാനം വേണ്ട, പാപത്തിൻ്റെ സുഖം എനിക്ക് വേണ്ട. ചിന്തിച്ചു നോക്കൂ, 40 വയസ്സുള്ള ഒരാൾ, ധനം, സ്ഥാനം, ബഹുമാനം, ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യം. അവൻ പറഞ്ഞു, എനിക്ക് സ്ഥാനം വേണ്ട, ലോകത്തിൻ്റെ സുഖം വേണ്ട, അതുപോലെ എനിക്ക് ഈ ലോകം വാഗ്ദാനം ചെയ്യുന്ന ഒരു സുഖവും ആവശ്യമില്ല, എനിക്ക് പണം വേണ്ട. എന്നിട്ടും ദൈവം പറഞ്ഞു, ഇത് പോരാ. ഒരു പക്ഷേ നിങ്ങളിങ്ങനെ ആയിരിക്കാം, എനിക്ക് ലോകത്തിൻ്റെ പണം വേണ്ട, ഈ ലോകത്തിൻ്റെ മാനവും വേണ്ട, പാപത്തിൻ്റെ സുഖവും വേണ്ട. നിങ്ങൾ ചിന്തിക്കും എല്ലാമായെന്ന്.